ഫുട്ബോളിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി സോക്കർ ടോക്ക് വീണ്ടും എത്തുന്നു. അർജന്റീന താരങ്ങൾ ഏറെ പണിപെട്ട് വലയിൽ കയറ്റിയ ഗോൾ പിൻവലിച്ചത് 2 മണിക്കൂറിന് ശേഷം. മൊറോക്കോയ്ക്കെതിരായ മത്സരത്തിനിടെ അർജന്റീന നേടിയ വിവാദ ഗോളിലേക്കുള്ള നീക്കം ചുവന്ന വൃത്തത്തിനുള്ളിൽ കാണുന്നത് ഗോളിന് തൊട്ടു മുൻപുള്ള ഹെഡറാണ്. ഇത് ക്രോസ് ബാറിലിടിച്ച് തിരികെ വന്നപ്പോഴാണ് ക്രിസ്റ്റ്യൻ മെദീന അടുത്ത ഹെഡറിലൂടെ ഗോൾ നേടിയത്. രാജ്യാന്തര ഫുട്ബോളിന്റെ ചരിത്രത്തിൽ തന്നെ അത്ര കണ്ട് സമാനതകളില്ലാത്ത നിമിഷങ്ങൾക്കാണ് പാരീസ് ഒളിമ്പിക്സിലെ ആദ്യ ഫുട്ബോൾ മത്സരം വേദിയായത്. കോപ്പ ചാമ്പ്യന്മാരായതിന്റെ പകിട്ടിലെത്തിയ അർജന്റീനയും രാജ്യാന്തര ഫുട്ബോളിലെ വളരുന്ന ശക്തികളെന്ന് ഇതിനകം തെളിയിച്ച ആഫ്രിക്കൻ മെമ്പർമാരായ മൊറോക്കോയും തമ്മിലുള്ള മത്സരം കടലാസിൽ മാത്രമല്ല, കളത്തിലും ആവേശകരമായതിന്റെ ബാക്കി പത്രമാണ്. കാണികൾ ഗ്രൗണ്ട് കയ്യേറിയതും ഉൾപ്പെടെയുള്ള വിവാദങ്ങളും ഇതിനകം ഉണ്ടായി. ഇഞ്ചറി ടൈമിന്റെ 16-ാം മിനിറ്റിൽ നേടിയ 2ാം ഗോളോടെ മത്സരം അർജന്റീന സമനിലയിൽ എത്തിച്ചതായി വ്യാഖ്യാനിക്കപ്പെട്ടെങ്കിലും സുദീർഘമായ വാർ പരിശോധനയ്ക്കൊടുവിൽ ആ ഗോളിനും ആന്റി ക്ലൈമാക്സ് ഫലത്തിൽ അർജന്റീന 2-2 സമനിലയിലെത്തിച്ചെന്ന് കരുതിയ മത്സരം അവസാനം തോറ്റെന്നായി പ്രഖ്യാപിച്ചു. ഏറെ നാടകീയമായിരുന്നു അർജന്റീനയുടെ 2ാം ഗോൾ. കടുത്ത തന്ത്രങ്ങൾ ഏറെ കണ്ട മത്സരത്തിന് 15 മിനിറ്റിന്റെ സാമാന്യം നീണ്ട ഇഞ്ചുറി ടൈമാണ് റഫറി അനുവദിച്ചത്. ഇതുതന്നെ മൊറോക്കോ ആരാധകരെ അസ്വസ്ഥരാക്കുകയായിരുന്നു. അർജന്റീനയെ സ്വന്തം ടീം വീഴ്ത്തുന്നത് കാണാൻ ആവേശത്തോടെ കാത്തിരുന്ന ആരാധകരുടെ ക്ഷമ പരീക്ഷിച്ചാണ് അധികൃതർ നീണ്ട ഇഞ്ചുറി ടൈം അനുവദിച്ചത്. റഫറി ഇപ്പോൾ ഫൈനൽ വിസിൽ മുഴക്കുമെന്ന പ്രതീക്ഷയോടെ അവർ കാത്തിരിക്കുമ്പോൾ മൊറോക്കോ ബോക്സിലെ കുട്ടപ്പൊരിച്ചിലിനൊടുവിൽ അർജന്റീന ഗോൾ നേടിയത് 15 മിനിറ്റ് കഴിഞ്ഞാണ്. പന്തിനായുള്ള പോരിൽ നിലത്തു വീണു പോയ മൊറോക്കോ താരത്തിൽ നിന്ന് പന്തറാഞ്ചി ത്യാഗോ അൽമാദയുടെ മുന്നേറ്റം. ബോക്സിന് സമാന്തരമായി മൊറോക്കോ താരങ്ങളെ ഒന്നൊന്നായി വെട്ടിത്തൊഴിഞ്ഞ് അൽമാദ തൊടുത്ത് പൊള്ളുന്ന ഷോട്ട് മുന്നിൽ വീണു കിടന്ന് തടഞ്ഞ മൊറോക്കോ താരത്തിന്റെ ദേഹത്തു തട്ടി വീണ്ടും അൽമാദയിലേക്ക്. ഇത്തവണ പന്ത് കാലിൽ കൊരുത്ത് അൽമാദ തൊടുത്ത ഷോട്ട് മൊറോക്കോ ഗോൾ കീപ്പറിന് കയ്യിലൊതുക്കാനായില്ല. ഗോളിയുടെ കയ്യിൽ തട്ടിത്തെറിച്ച പന്ത് ബോക്സിന് നടുവിൽ ലഭിച്ച അർജന്റീന താരത്തിന്റെ ഷോട്ട് ഗോൾ കീപ്പറിന്റെ ദേഹത്ത് തട്ടി ഗതി മാറി. ക്രോസ് ബാറിലിടിച്ച് വീണ്ടും കളത്തിലേക്ക്. ഇക്കുറി മറ്റൊരു അർജന്റീന താരം ഉയർത്തി ഹെഡ് ചെയ്ത പന്ത് മൊറോക്കോ ഗോൾ കീപ്പറിന്റെ നീട്ടിയ കൈകളെ മറികടന്ന് വീണ്ടും ക്രോസ് ബാറിലിടിച്ച് കളത്തിൽ വീണു. ഇത്തവണ പോസ്റ്റിന് തൊട്ടു മുന്നിൽ കാത്തിരുന്ന ക്രിസ്റ്റ്യൻ മെദീന പന്ത് നിഷ്പ്രയാസം തട്ടി വലയിലെത്തിച്ചു. ഇതോടെ മൊറോക്കോ ആരാധകർക്ക് നിയന്ത്രണം നഷ്ടമായി. വെള്ളക്കുപ്പികൾ അർജന്റീന താരങ്ങൾക്കു നേരെ വലിച്ചെറിഞ്ഞാണ് അവർ കലി തീർത്തത്. ഇതിനിടെ ഒരു വിഭാഗം ആരാധകർ അർജന്റീനയുടെ സൈഡ് ബെഞ്ചിന് സമീപം തീയിടുകയും ചെയ്തു. അവസാന നിമിഷത്തെ നാടകീയ ഗോളിൽ അർജന്റീന സമനില നേടിയെന്ന് സമാധാനിച്ച് ആരാധകർ കളം വിട്ടു. പിന്നീട് കളി നിർത്തിവെക്കുകയായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് വാർ ചെക്ക് ചെയ്ത് ഗോൾ പിൻവലിച്ചത്. അതിനുശേഷം കാണികളില്ലാതെ കുറച്ചു സമയം മാത്രം കളിച്ച് അർജന്റീന തോറ്റുമടങ്ങി. ഈ 1.5 മണിക്കൂറിന് ശേഷമാണ് പിന്നീട് മത്സരം നടന്നത്. ഇതിനുശേഷം ഒരുപാട് അർജന്റീന താരങ്ങളും ഇതിന് പ്രതികരിച്ചു. ലയണൽ മെസ്സി ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടത് ഇത്തരത്തിലായിരുന്നു: ഇൻസോലിറ്റോ, അതായത് അൺബിലീവബിൾ. തീർത്തും അവിശ്വസനീയമാണെന്നാണ് ലയണൽ മെസ്സി ഉദ്ദേശിച്ചത്. പറയാതെ വയ്യ. കാരണം ഇത്ര നേരം കളി നിർത്തിവെച്ച് പിന്നീട് ഒരു ഗോൾ പിൻവലിക്കുകയും ചെയ്യുക എന്നത് അവിശ്വസനീയം തന്നെയാണ്. അതുപോലെ തന്നെ റോഡ്രിഗോ ഡി പോളും ഒട്ടമെന്റിയും ഇതിനെ പ്രതികരിച്ചിരുന്നു. ഇനിയുള്ള മത്സരങ്ങളിൽ വിജയിച്ച് മുന്നോട്ട് പോയാൽ അർജന്റീനയ്ക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കാം. ഫുട്ബോളിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി സോക്കർ ടോക്ക് വീണ്ടും എത്തും.